ആർട്ടിസാൻസ് ഡെവലപ്മെന്റ് കോർപ്പറേഷനിൽ വൻ അഴിമതി നടന്നെന്ന വിജിലൻസ് റിപ്പോർട്ട് പൂഴ്ത്തി. ടെൻഡറുകൾ അട്ടിമറിച്ച് ബിനാമി സ്ഥാപനങ്ങളുടെ പേരിൽ കോടികളുടെ അഴിമതി നടത്തിയതായാണ് വിജിലൻസ് കണ്ടെത്തിയത്. അഴിമതിക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് തന്നെ പുറത്താക്കിയെന്നും മുൻ MD അജിത് കുമാർ ന്യൂസ് 18നോട് പറഞ്ഞു. നടപടി ആവശ്യപ്പെട്ട MDയെ മാറ്റി. പൊതുമേഖലാ സ്ഥാപനമായ കേരള ആർട്ടിസാൻസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ കോഴിക്കോട് ഓഫീസിനെതിരെയാണ് ആരോപണം. കാഡ്കോ കോഴിക്കോട് ഓഫീസിൽ നിന്നുള്ള വർക്കുകളിൽ ഭൂരിഭാഗവും 3 കമ്പനികൾക്ക് മാത്രം നൽകിയതായാണ് പരാതി. MDക്ക് ലഭിച്ച പരാതി സർക്കാരിനു കൈമാറി. എന്നാൽ നടപടിയുണ്ടായില്ല. തുടർച്ചയായി ടെൻഡർ ലഭിക്കാതായതോടെ ഒരു സ്ഥാപന ഉടമ വിജിലൻസിൽ പരാതി നൽകി. തുടർന്ന് വിജിലൻസ് കോഴിക്കോട് യൂണിറ്റ് പ്രാഥമിക അന്വേഷണം നടത്തി. വിജിലൻസ് അന്വേഷണത്തിലെ കണ്ടെത്തലുകൾ ഇവയാണ്. കാഡ്കോ കോഴിക്കോട് ഓഫീസിന് കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് 29 യൂണിറ്റുകൾ. എന്നാൽ 2022-23 സാമ്പത്തിക വർഷം നൽകിയ 1681 ഓർഡറുകളിൽ ഭൂരിഭാഗവും 3 സ്ഥാപനങ്ങൾക്കായാണ് ലഭിച്ചത്. ഫിഡ്കോ അസോസിയേറ്റ്സ് എന്ന സ്ഥാപനത്തിന് ലഭിച്ചത് 672 വർക്ക്, ഫിഡ്കോ എന്റർപ്രൈസസിന് 652 വർക്ക് ഓർഡർ, മഹാദേവ ഫർണിച്ചറിന് 144 വർക്ക് ഓർഡറുകളും നൽകി. അടുത്ത സാമ്പത്തിക വർഷവും ഈ 3 സ്ഥാപനങ്ങളുമായി ഭൂരിപക്ഷം വർക്ക് ഓർഡറുകളും വീതിച്ചെടുത്തു. ഫിഡ്കോ അസോസിയേറ്റിന് 502, ഫിഡ്കോ എന്റർപ്രൈസസിന് 127 ഓർഡറും മഹാദേവ ഫർണിച്ചറിന് 125 ഓർഡറുകളും ലഭിച്ചു. ടെൻഡർ നടപടികളിൽ സുതാര്യതയില്ലെന്നും രേഖാമൂലം കൊട്ടേഷൻ വാങ്ങാറില്ലെന്നും വിജിലൻസ് കണ്ടെത്തി. ടെൻഡർ നടപടികളിൽ പൊതുമാനദണ്ഡമില്ല. കാഡ്കോയുടെ കോഴിക്കോട് ഓഫീസിൽ ഇതിനൊന്നും രേഖകളുമില്ല. ഗുരുതരമായ ക്രമക്കേട് കണ്ടെത്തിയ വിജിലൻസ് ടെക്നിക്കൽ സൂപ്പർവൈസർ ആർദറിനെതിരെ വകുപ്പ് തല നടപടിക്കും ശുപാർശ ചെയ്തു. എന്നാൽ ഈ റിപ്പോർട്ട് പൂഴ്ത്തി നടപടി ആവശ്യപ്പെട്ട MDയെയും മാറ്റി. അപ്പോൾ ആ റിപ്പോർട്ട് അനുസരിച്ച് അവിടെ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് ഒരു ഓഫീസിനകത്ത് നിന്ന് മാത്രം കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന, അതായത് ഒരു ഓഫീസിനകത്ത് നിന്ന് ഒരു മാനേജിംഗ് ഡയറക്ടർക്ക് മാത്രമായി ആക്ഷൻ എടുക്കാൻ പറ്റുന്നൊരു സംഗതിയല്ല. അപ്പോൾ ഞാനത് ഗവൺമെൻറ്റിലേക്ക് റിപ്പോർട്ട് ചെയ്തു. അതിനുശേഷം അവിടെ വീണ്ടും ചില കംപ്ലൈൻറ്റുകളും പ്രശ്നങ്ങളൊക്കെ വന്ന സമയത്ത് വിജിലൻസ് ഇതിനെക്കുറിച്ച് ആ പർട്ടിക്കുലർ ഇഷ്യൂവിനെ കുറിച്ച് വളരെ വിശദമായിട്ടുള്ളൊരു എൻക്വയറി നടത്തിയതായിട്ടാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. അനധികൃത ഓർഡറുകൾ ലഭിച്ച കമ്പനികൾ കാഡ്കോയിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ ബിനാമികളാണെന്നും ആരോപണമുണ്ട്. ആരോപണ വിധേയനായ ഉദ്യോഗസ്ഥന് വിജിലൻസ് റിപ്പോർട്ട് പുറത്തു വന്നതിന് അടുത്ത വർഷം പ്രമോഷൻ നൽകിയെന്ന് മാത്രമല്ല, വ്യവസായ വകുപ്പ് പ്രത്യേക പുരസ്കാരവും നൽകി ആദരിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.